പിണറായി വിജയന്റെ AKG സെന്റർ ഗവർണർ ആറിലേക്കർ ഏറ്റെടുക്കാൻ പോവാന്ന് കേൾക്കുന്നു. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? അല്ല മീര, ഈ പിണറായി വിജയന്റെ AKG സെന്റർ എന്ന് മീര പറയാൻ കാര്യം ഇതൊരു പ്രസ്ഥാനം ഒന്നും അല്ലല്ലോ. ഇപ്പൊ പിണറായി വിജയനാണ്. അത് മാത്രമല്ല മീര, അങ്ങനെ അത് മാത്രമല്ല, ഞാൻ കരുതി മീര അത് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. അതായത് ഈ നമ്മുടെ ഇദ്ദേഹത്തിന്റെ കരിമണൽ കർത്തയുടെ കേസുണ്ടല്ലോ, കരിമണൽ കർത്തയുടെ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള അന്വേഷണം ഉണ്ടല്ലോ, SFIO അന്വേഷണം. അതിൽ ഈ പറയുന്ന കമ്പനിയുടെ അഡ്രസ്സ് AKG സെന്റർ ആണ്. ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ചോദിച്ചെന്നാണ് വിചാരിച്ചത്. ഞാൻ അങ്ങനെ ചോദിച്ചതല്ല, ഞാൻ രാഷ്ട്രീയം. എന്നാൽ അങ്ങനെയുണ്ട് അങ്ങനെ ഒരു കഥയുണ്ട്. കഥയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിണറായി വിജയന്റെ മകളുടെ കമ്പനി എക്സാലോജിക്കിന്റെ അഡ്രസ്സ് ഏതാണ്? AKG സെന്റർ. നമ്മളിത് മുന്നത്തെ ഒരു ടോക്കിന് പറഞ്ഞായിരുന്നു. 6 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ് CPM. CPMലെ ഒരു അംഗത്തിന്റെ മകനോ മകൾക്കോ ഇതേപോലെ ഒരു കമ്പനി തുടങ്ങുന്നതിന് AKG സെന്ററിന്റെ അഡ്രസ്സ് വെക്കാൻ പറ്റും? നിങ്ങൾ പറ്റില്ല. അത് പിണറായി വിജയന്റെ വീടല്ലേ. പിണറായി വിജയനാണ് പാർട്ടി പ്രസ്ഥാനം. അത് അറിയാതെയാണ് പിന്നെ മീര പറഞ്ഞെന്നുണ്ടെങ്കിൽ മീര അങ്ങനെ ഒരു കഥ കൂടെ ഉണ്ട്. ഇപ്പോൾ ഉള്ള AKG സെന്റർ പുതിയ AKG സെന്റർ, ഇപ്പോൾ ഒരു പുതിയ AKG സെന്റർ അവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള AKG സെന്ററാണ് ഇപ്പോൾ കേസിന്റെ, അതായത് ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിന് ആസ്പദമായിട്ടുള്ള, പിണറായി വിജയൻ കൊടുത്ത അഡ്രസ്സിന് ആസ്പദമായിട്ടുള്ള AKG സെന്ററാണ് നമ്മുടെ ഈ ചർച്ചയിലെ, ഈ സംസാരത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അതായത് ഈ AKG സെന്റർ ഇവിടെ വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത്, അതുകൂടെ ഞാൻ പറയാം. അതായത് ഈ ഇരിക്കുന്ന AKG സെന്റർ ഇപ്പം ഇരിക്കവെയാണ് പുതിയ ഒരു എത്രയെങ്കിലും കോടി രൂപ, 150 കോടി രൂപ ചെലവാക്കി ഒരു പുതിയ AKG സെന്റർ വന്നത്. അപ്പോഴാണ് ഒരു പ്രമുഖ ഇടത് ചിന്തകൻ, അത് പേര് ഞാൻ ഇതിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപാദ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇങ്ങനെ ഒരു AKG സെന്റർ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും സുഗരോലുപത ഉൾക്കൊള്ളുന്ന ഒരു AKG സെന്ററിൻ്റെ ആവശ്യമെന്ത്? ശരി ആവട്ടെ. 2, ഈ കാണുന്ന AKG സെന്റർ സെക്രട്ടേറിയറ്റിനെക്കാളും തന്നെ അത്രയും വലിപ്പമുള്ള AKG. ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ പടം ഉണ്ടെന്നാണ്, ഞാൻ പെട്ടെന്ന് ആ പടം നോക്കിയതാണ്. ഇപ്പോഴത്തെ AKG സെന്ററിന്റെ പടം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടില്ലേ? ഇപ്പോഴത്തെ എല്ലാ പഴയതും കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ ആ പഴയ AKG സെന്റർ തന്നെ ഒരാൾക്ക് ഏതാണ്ട് ഒരു ദിവസത്തെ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കയറി ഇറങ്ങി കാണാനുള്ള അത്രയും ഓഫീസ് ഉണ്ടാകാനകത്ത്. അത് നിൽക്കവെയാണ് 150 കോടി രൂപ ചിലവാക്കി കേരള യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തന്നെ പുതിയൊരു ഓഫീസ്. അതിൻ്റെ കല്ലിടൽ കർമ്മത്തിനൊക്കെ നമ്മളൊക്കെ അവിടെ പോയിട്ടുണ്ട്, കാണാനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ആ 150 കോടി രൂപ ചിലവാക്കിയിരിക്കുന്നതിന് പാർട്ടി അണികളിൽ നിന്ന് 1 രൂപ പോലും ഇവർ പിരിച്ചിട്ടില്ല. ഇവർക്ക് എവിടെ നിന്ന് ഇത്രയും കാശ് വന്നു? എന്നിട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ഒരു കാഴ്ചക്കാരനായി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന CPMലെ ഭരിക്കുന്ന സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോയിലെ ക്ഷണിതാവായി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെയുള്ള സംഭവം. എന്നിട്ട് ഇതിനൊക്കെ മുമ്പ് നമ്മൾ പറയേണ്ടത്, ഇപ്പോൾ കേസിന് ആസ്പദമായിരിക്കുന്ന ഈ AKG സെന്റർ ഉണ്ടാകുന്നതിന് മുമ്പ് പാളയത്ത് കണ്ണിമാറ മാർക്കറ്റിൽ AKG സെന്ററിന് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഓഫീസിനെ കുറിച്ചും ഈ ഇടത് ചിന്തകൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് പാളയത്ത് കണ്ണിമാറ മാർക്കറ്റ് തിരുവനന്തപുരം വന്നവർക്കാണെങ്കിൽ അറിയാം. അതായത് ഏറ്റവും നല്ല മീൻ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഓഫീസ് എന്ന് പറയുന്ന ഒരു തട്ടിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. AKG സെന്റർ എന്ന് പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. അവിടെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ മീൻ, ഏറ്റവും നല്ല മീൻ കിട്ടുന്ന ആയതുകൊണ്ട് തന്നെ മീൻ കൊണ്ടുപോകുന്ന കൊട്ടയിൽ നിന്ന് ഈ കാക്ക മീനിനെ കൊത്തിക്കൊണ്ട് പോക്കളാണ്. മീൻകാരി ഇങ്ങനെ കൊട്ട ഇങ്ങനെ പോകുമ്പോൾ കൊണ്ടുപോകും. ഈ കയറുന്ന സഖാക്കളൊക്കെ തലയിൽ കൈയും വെച്ചിട്ടാണ് ആ ഭാഗത്തോടെ നടന്നു പോകുന്നത്. കാര്യം എപ്പോൾ വേണം തലയിൽ മീൻ വീഴാം, ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ പോയി ആ കാണുന്ന തട്ടിൻ്റെ മുകളിലാണ് ഈ ഓഫീസ് ഇരിക്കുന്നത്. അവിടെ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും AKG സെന്ററിൽ, ആ AKG സെന്റർ ഓഫീസിൽ EMS വരും, അവിടെ VS അച്യുതാനന്ദൻ വരും, നയനാർ വരും. നിങ്ങൾക്കറിയാം, ഈ പാർട്ടിയിലെ സഖാക്കൾക്കൊക്കെ തന്നെ അവരുടെ പാർട്ടി ഓഫീസ് എന്ന് പറയുന്ന ഒരു ജീവവായു പോലെയാണ്. പന്ന്യൻ രവീന്ദ്രൻ എടുത്ത് പറയണം. അത് ജീവവായു പോലെയാണ്. ചിലപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ ചെന്നാൽ, ഇപ്പം നമുക്കിപ്പോൾ CPMലെ ചില നേതാക്കളൊക്കെ കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് LC ഓഫീസുണ്ട്, വഞ്ചിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഇവരെല്ലാം അവിടെയൊക്കെ കാണും. കാര്യം വെച്ചാൽ ഇവർക്കൊരു ജീവവായുവാണ് ഇവരുടെ ഓഫീസിൽ നിന്ന്. അവിടെ ഇങ്ങനെ ഇരിക്കും, കട്ടൻ ചായ വരും, കുടിക്കും, ചിലപ്പോൾ വീണ്ടും ഒരു കട്ടൻ ചായ വരും, ചിലപ്പോൾ ഒരു പഴയ പരിപ്പോട വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു നെസ്റ്റോൾജിക്ക് ഒരിതുണ്ട്. ഇതേപോലെ നെസ്റ്റോൾജിക്ക് ആയിരുന്നു, ഒരു ഗൃഹാതുരത്വമായിരുന്നു ഈ പഴയ കണ്ണിമാറ മാർക്കറ്റിലെ ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ. അവിടെ EMS അവിടെ നിന്ന് നേരെ പോകുന്നത് പിന്നെ നമ്മുടെ SME സ്കൂളിൻ്റെയൊക്കെ താഴെയുള്ള അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിലാണ്. EMS അന്ന് തിരുവനന്തപുരത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ അത് വന്നിട്ട് ആയുർവേദിക് കോളേജിനടുത്ത്, എനിക്ക് പെട്ടെന്ന് സ്ഥലം ഓർമ്മ വരാത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റുകളും അങ്ങനെ ഒരു പഴയ ഓഫീസും ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് ഇന്നിപ്പോൾ കേസിന് ആസ്പദമായിരിക്കുന്ന ഈ പുതിയ AKG സെന്റർ വന്നിരിക്കുന്നത്.
ഈ പുതിയ എ കെ സെൻറ്റർ എന്ന് പറയുന്നത് അതും ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ ഈ കലാപഭൂമി ആയിരുന്ന ഇപ്പോൾ ഈ 6 ഏക്കറുടെ നിയമിച്ച വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒക്കെ അടിയും SFIക്കാരന്മാർ SFI പിള്ളേർ കൊണ്ട് അവിടെ ഉള്ള ബഹളം കാണിച്ച് അതിൻ്റെ പോലീസ് ഒത്താശ ഒക്കെ ചെയ്ത് ഈ വിഷയങ്ങൾ അതായത് സർവകലാശാല നിങ്ങൾ കാലിക്കറ്റ് സർവകലാശാല പോലെ കേരള സർവകലാശാല ഇതിൻ്റെ തൊട്ടടുത്തൊരു 15 സെൻറ്റ് ഭൂമിയിലാണ് ഈ കെട്ടിടം. അന്ന് AK ആൻ്റണി 978 മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സ്ഥലം പതിച്ചു കൊടുത്തത്. ഇന്നും കോൺഗ്രസ്സുകാരന്മാർ പറയും ഈ ആൻ്റണിക്ക് വേറെ ഒരു അസുഖവും ഇല്ലായിരുന്നു, എന്തിന് ഈ സ്ഥലം പതിച്ചു കൊടുത്തേ ഉമ്മാർക്കൊക്കെ എന്ന് വെച്ചാൽ KPCC ഓഫീസ് ഇരിക്കുന്നത് പോലെ ശാസ്താമംഗലത്താണ്. ഇതെന്ന് വെച്ചാൽ പാളയം എന്ന് പറഞ്ഞാൽ കണ്ണായ സ്ഥലമാണ്, തിരുവനന്തപുരത്തെ ഒരു കണ്ണായ സ്ഥലമാണ് AK സെൻറ്റർ ഇരിക്കുന്നത്. അവിടെയാണ് ഈ 15 സെൻറ്റ് സ്ഥലത്താണ് ഈ പറയുന്ന AK സെൻറ്റർ. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഈ AK സെൻറ്ററിലെ AKG പഠന കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഈ AKG പഠന കേന്ദ്രം ഈ 15 സെൻറ്റാണ് കണക്കിലുള്ളതെങ്കിലും ടോട്ടൽ അതിൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ 55 സെൻറ്റുണ്ട്. ടോട്ടൽ അതിൻ്റെ ഭൂമി ആ കെട്ടിടം ഇരിക്കുന്ന 55 സെൻറ്റാണുള്ളത്. ഈ 15 സെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞെങ്കിലും 55 സെൻറ്റ് ഭൂമി കൂടെ ഇവർ കൈയടക്കി എന്നാണ് പറയുന്നത്. ബാക്കി 40 സെൻറ്റ് കൈയടക്കി എന്നാണ് പറയുന്നത്. ഈ 40 സെൻറ്റ് പിന്നെ 40 സെൻറ്റ് ഭൂമിയെക്കുറിച്ച് കണക്കില്ല. ഈ 15 സെൻറ്റ് ഭൂമിയുടെ കരവും കാര്യങ്ങളൊക്കെ അവർ അടയ്ക്കുന്നുണ്ട്. പക്ഷേ 40 സെൻറ്റിൻ്റെ കരവും കണക്കൊന്നും അടയ്ക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ 6 ഏക്കർ വന്നിട്ട് ഈ 15 സെൻറ്റിൻ്റെ കാര്യമെല്ലാം പൊക്കി, അതെല്ലാം ഓക്കെ. എന്നിട്ട് അടുത്ത ഈ 40 സെൻറ്റ് ഭൂമിയുടെ രേഖകൾ എവിടെ എന്ന് ചോദിച്ചു. ഈ 40 സെൻറ്റ് ഭൂമിയുടെ രേഖകൾ എവിടെ, അത് റവന്യൂ വകുപ്പിന് അതിൻ്റെ കരം തീർത്തതിൻ്റെ പേപ്പർ എവിടെ എന്ന് ചോദിച്ചു. റവന്യൂ വകുപ്പ് പറയുന്നത് ഞങ്ങളിലില്ല. കാര്യം അത് പതിച്ചു കൊടുത്തതിനായിട്ടുള്ള കണക്കില്ല, അതിൻ്റെ രേഖകൾ പ്രമാണമില്ല. പ്രമാണം ഉണ്ടെങ്കിൽ പറയുന്ന രീതിയിൽ കരമടയ്ക്കാൻ പറ്റും. അങ്ങനെ AK സെൻറ്ററിനെ പിടിച്ചാൽ CPM കുടുങ്ങും. അങ്ങനെ CPMനെ കൊടുക്കാനായി AK സെൻറ്ററിൻ്റെ ഈ ഒരു വ്യവസ്ഥയിൽ പാർട്ടിക്ക് കത്തയച്ചിട്ടുണ്ട്, AK സെൻറ്ററിൽ കത്തയച്ചിട്ടുണ്ട്. പിന്നെ എവിടെയൊക്കെ ഇതിനെ സംബന്ധിച്ച് ആധികാരികമായി കത്തയക്കാണ്ടോ കത്തൊക്കെ അയച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു കൂപ്പുകൈ പിടിച്ച പിണറായിനെ ഇനി കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഗവർണർക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടതാണ്. അല്ലേ, തന്നെ പിടിച്ചല്ലോ. കാര്യം ഈ യൂണിവേഴ്സിറ്റി വിഷയം എന്ന് പറയുന്നത് മല പോലെ വന്നത് എലി പോലെ. ഇദ്ദേഹം ഇവിടുന്ന് നേരെ രാജ്ഭവനിൽ പോയി 1 മണിക്കൂർ വരെ സംസാരിച്ചു. അപ്പോൾ ഇത്രയും ബഹളം ഉണ്ടായി. ശിവൻകുട്ടി എവിടെ പോയി, മന്ത്രി പ്രസാദ് എവിടെ പോയി, ഇവിടുത്തെ ബാക്കി ഇടത് സംഘടനകളെവിടെ പോയി, ഇവിടെ ഈ ചെക്കന്മാരെന്തായി? അപ്പോൾ അതെന്തുകൊണ്ടാണ് പോയെന്നുള്ളത് നിങ്ങൾക്കറിയും. അതായത് ഭരണം തീരാൻ വെറും 8 മാസം. ഈ 8 മാസം കൊണ്ട് കുറേയധികം പൊടിയിടേണ്ട കുറേ കാര്യങ്ങൾ ഈ സർക്കാരിന് ചെയ്തു തീർക്കാനുണ്ട്. ആ ബില്ലുകളെല്ലാം തന്നെ ഇദ്ദേഹം തന്നെയാണ് ഒപ്പിടാനുള്ളത്. ഇനി ആകെ 2 നിയമസഭാ കാലയളവേ ഉള്ളൂ. 2 സഭാ സമ്മേളനങ്ങളെ ഇനി വരാനുള്ളൂ. അത് ഏതൊക്കെ മാസമാണെന്ന് എനിക്കറിയില്ല. ഓണത്തിന് മുമ്പ് ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവും, ചിലപ്പോൾ ഭരണം തീരുന്നതിന് മുമ്പ് 2 അവസാന മാസങ്ങളിലുണ്ടാവും. അപ്പോൾ അതിനു മുമ്പൊക്കെ തന്നെ കുറേ ബില്ലുകൾ പാസ്സാവാനുണ്ട്. ഈ ബില്ലുകളെല്ലാം തന്നെ പാസ്സാവാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ അന്ന് ചെന്ന് കണ്ട് കുമ്പിട്ട് വണങ്ങി എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് പാസ്സാക്കി തരണം എന്ന് പറയാൻ പോയത്. അന്ന് തന്നെ തുടക്കത്തിലെ പ്രസാദൊക്കെ ഉടക്കാൻ പോയപ്പോഴേ ഗവർണറുടെ അടുത്ത് ഇങ്ങനെ വെറുതെ ഉടക്കിടാൻ പോകണ്ട, എന്തിനു പോകണം എന്നൊക്കെ ചോദിച്ച് പിണറായി പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. പിണറായി ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ അദ്ദേഹം ഒരു ഭയങ്കര പ്രാക്ടിക്കലായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുമല്ല കമ്മ്യൂണിസ്റ്റൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കോൺഗ്രസ്സിലെയൊക്കെ തന്നെ മുഖ്യമന്ത്രിമാരുടെയൊക്കെ ഒരു സ്റ്റൈലാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ആരോപണ വിധേയരായിട്ടുള്ള 3000-ലധികം ഉദ്യോഗസ്ഥരായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത്. ആരോപണ വിധേയരായിട്ടുള്ള KM എബ്രഹാം തുടങ്ങിയിട്ട് ആരെല്ലാം അദ്ദേഹം കൂടെ നിർത്തിയിരിക്കുന്നു. എന്തെല്ലാം വിഷയങ്ങൾപ്പെട്ട വിജയ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അജിത് കുമാർ നിർത്തിയിരിക്കുകയല്ലേ, നിർത്തിയിരിക്കുകയല്ലേ. പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ചോദ്യചിഹ്നമായ യോഗേഷ് ഗുപ്തയല്ല ഈ റവാഡ ചന്ദ്രശേഖരനെ കൊണ്ട് പോലീസ് ഓഫീസറായിട്ട് ഇരുത്തിയില്ലേ, എന്നിട്ട് ഭരിക്കുന്നില്ലേ? അതാണ് പിണറായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിണറായി ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തെ ചെന്ന് കണ്ട് പിന്നെ കൂപ്പ് കൈയോടെ നിന്ന് അത് ഓക്കെ ആക്കി. ഈ വിഷയം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ തന്നെ പരസ്പരം സംസാരിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ 15 സെൻറ്റ് ഭൂമിയിൽ AK സെൻറ്റർ ഇരിക്കുന്നത് ഇത് അനധികൃത കയ്യേറ്റമല്ലേ? കേരള യൂണിവേഴ്സിറ്റിയോട് ചേർന്നാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത്, യൂണിവേഴ്സിറ്റി ഓഫീസിനോടൊക്കെ ചേർന്നാണ്. ഇത് അനധികൃത കയ്യേറ്റമല്ലേ, ഇതിനെ ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ തന്നെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ തന്നെ നാട്ടുകാർ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർ തന്നെ ഈ AK സെൻറ്റർ ഇരിക്കവേണ് പുതിയ 150 കോടിയുടെ AK സെൻറ്റർ ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയും. അപ്പം അതുകൊണ്ട് ഈ കേസെന്ന് പറയുന്നത് CPMനെ കുരുക്കാനുള്ള അടുത്ത ഒരു വൻ പരിപാടിയായി രാജേന്ദ്ര ആർലേക്കർ ഇറങ്ങിയിട്ടുണ്ട്. ആർലേക്കർ ഇത് ഇറങ്ങി എന്നുണ്ടെങ്കിൽ AK സെൻറ്ററിന് പൂട്ട് വീടെന്ന് വെച്ചാൽ AK സെൻറ്ററിന് ഇത് മറുപടി കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ഈ ബാക്കി ഭൂമി എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു,
നിങ്ങൾക്ക് തന്നിരിക്കുന്ന 15 സെന്റ് ഭൂമിക്കകത്താണോ ഈ കെട്ടിടം ഇരിക്കുന്നത്? കെട്ടിടം ഇരിക്കുന്നത് 15 സെന്റിനകത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. 15 സെന്റേക്ക് നിറഞ്ഞ് നിൽക്കുമായിരിക്കും. വലിയൊരു കെട്ടിടമാണ് ഈ കെട്ടിടം. കാര്യം ഇപ്പോൾ അതിനകത്ത് കയറാൻ പേടി എന്ന് പറയുന്നവരുണ്ട്. കാര്യം ഭൂമി മാഫിയ കാരണം ഭൂമാഫിയ ഇടപാടുകാരും മറ്റിടപാടുകാരും ഒക്കെയാണ് അതിനകത്ത് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ പണ്ട് ഒക്കെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർട്ടിക്കാർക്ക് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വന്നു പോയ പാർട്ടിക്കാർക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ് AK സെന്ററിൽ വന്ന് കയറിയിട്ട് പോകണമെന്ന് പറഞ്ഞാൽ. അത്ര വലിയ ഒരു ഇതാണ് പാർട്ടി സെന്റർ, പാർട്ടി ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ. ഇന്നിപ്പം ഈ പറയുന്ന പോലെ ഇപ്പൊ അതിന്റെ തൊട്ടടുത്ത് അവരുടെ ഭാഷ സെറ്റപ്പായി. അല്ല ഇത് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ പിണറായിയുടെ മകളുടെ കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തത് പോലെ തന്നെ തെറ്റ് സംഭവിച്ചിരിക്കുകയാണ്. പിന്നെ പിന്നെ ഇവർക്ക് താമസിക്കാൻ ഇപ്പോൾ ഇവിടെ തന്നെ പാർട്ടിയുടെ സെക്രട്ടറി മുതൽ പിന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് വരെ താമസിക്കാൻ അവിടെ ക്വാർട്ടേഴ്സ് വരെ ഇപ്പോൾ ഉണ്ട്. MP ഗോവിന്ദൻ താമസിച്ചിരുന്നു, MP ജയരാജൻ താമസിച്ചിരുന്നു, ശ്രീമതി താമസിച്ചിരുന്നു. ഇവരൊക്കെ താമസിച്ചിരുന്നത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ക്വാർട്ടേഴ്സ് വരെ ഉണ്ട്. അത് CPM-ന് നാളിതുവരെ ഇത് വേറെ ഒരു പാർട്ടിക്കും കിട്ടാത്ത ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്ത് വന്നാലും ആർലേക്കർ ഇത്തരത്തിൽ ഈ ഒരു വെട്ടിന് എന്നുവെച്ചാൽ കടുംപട്ട് വെട്ടിനാണ് ഇറങ്ങിയിരിക്കുന്നത്. കടുംപട്ട് വെട്ടിന് ഇറങ്ങുമ്പോൾ ഇനി പിണറായി വിജയൻ ഇനിയിപ്പോൾ മീര പറഞ്ഞതുപോലെ ഇനി എന്ത് കൂപ്പ് കൈകണ്ടുമായി ചെന്ന് നിന്ന് വേണം ഈ പ്രശ്നം സോൾവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഈ വിഷയമൊന്നല്ല, നിരവധി ഇതേപോലെ അനധികൃത സമ്പാദ്യങ്ങൾ, രേഖകളില്ലാത്ത ഒരുപാട് കെട്ടിടങ്ങൾ. ഇവർക്ക് അസറ്റ് ഉണ്ട്, പ്രോപ്പർട്ടികൾ, പല സ്ഥലത്ത് പ്രോപ്പർട്ടി ഉണ്ട്. അതാണല്ലോ ഇവരുടെ അസറ്റ് എന്ന് പറയുന്നത്. അതിനെയൊക്കെ പൂട്ടാനുള്ള പണികൾ ഇനി ചിലപ്പോൾ ആലോചിക്കും. തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലത്തുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം എവിടെയൊക്കെ ഉണ്ടെന്ന് കാര്യം വ്യക്തമായിട്ട് അറിയാം. ജന്മിമാരെ എതിർത്തവരിപ്പോൾ ജന്മിമാരാണ്.